ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 4. അഭയം നൽകുന്ന ആളുകൾ. നിന്റെ പുതപ്പു അടിയന്റെ മേൽ ഇടേണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. അഭയാർത്ഥി കുട്ടികളുടെ കഥകൾ കേട്ട് മനസ്സലിഞ്ഞ് ഫില്ലും സാൻഡിയും അവരിൽ 2 പേർക്ക് അവരുടെ ഹൃദയവും വീടും തുറന്നുകൊടുത്തു. അവരെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച ശേഷം അവർ ഭയത്തോടെ നിശബ്ദരായി വീട്ടിലേക്ക് കാറോടിച്ചു. തങ്ങൾ ഇതിന് തയ്യാറായിരുന്നോ? അവർ ഒരേ സംസ്കാരമോ ഭാഷയോ മതമോ ഉള്ളവരായിരുന്നില്ല. എന്നാൽ അവർ ഈ വിലയേറിയ കുട്ടികൾക്ക് അഭയം നൽകുന്ന ആളുകളായി മാറാൻ പോകുന്നു. റൂത്തിന്റെ കഥ ബോവസിനെ ചലിപ്പിച്ചു. നവോമിയെ പിന്തുണയ്ക്കാൻ അവൾ തൻ്റെ ജനത്തെ ഉപേക്ഷിച്ചതിനെ കുറിച്ച് അവൻ കേട്ടു. റൂത്ത് തൻ്റെ വയലിൽ പെറുക്കാൻ വന്നപ്പോൾ ബോവസ് അവളെ അനുഗ്രഹിച്ചു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ഒരു രാത്രി ബോവസിന്റെ ഉറക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് റൂത്ത് അവന്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. അവന്റെ കാൽക്കൽ എന്തോ ചലിക്കുന്നത് കണ്ട് ഉണർന്ന ബോവസ് ചോദിച്ചു, നീ ആരാണ്? റൂത്ത് മറുപടി പറഞ്ഞു, ഞാൻ നിന്റെ ദാസിയായ റൂത്ത്. നിന്റെ പുതപ്പ് അടിയന്റെ മേൽ ഇടേണമേ, നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. ഒരേ എബ്രായ പദം തന്നെയാണ് വസ്ത്രത്തിന്റെ തൊങ്ങലിലും ചിറകിനും ഉപയോഗിക്കുന്നത്. ബോവസ് റൂത്തിനെ വിവാഹം കഴിച്ചുകൊണ്ട് അഭയം നൽകി. അവരുടെ കൊച്ചുമകനായ ദാവീദ് ഇസ്രായേലിന്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവരുടെ കഥയെ പ്രതിധ്വനിപ്പിച്ചു. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്! മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ചിന്തിക്കുക, എപ്പോഴാണ് ഒരാൾ നിങ്ങൾക്ക് അഭയം നൽകിയത്? അത് നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടു? ചെറുതോ വലുതോ ആയ വഴികളിൽ നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് അഭയം നൽകാൻ കഴിയും? ദൈവത്തിന് മഹത്വം.